ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ അല്ലെങ്കിൽ ഷോക്ക് അബ്സോർവർ മാറുന്ന സമയത്ത് ഒരു സൈഡ് മാത്രം കംപ്ലൈൻ്റ് ഉള്ളെങ്കിൽ ആ സൈഡ് മാത്രം മാറിയാൽ മതിയോ? ഇത് കുറച്ച് പേർക്കെങ്കിലും സംശയമുള്ളൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീൽ ബെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീൽ ബെയറിങ് മാറുമ്പോൾ ഏത് വീൽ ബെയറിങ്ങിനാണ് കംപ്ലൈൻറ്റ് ആ ഒരു ബെയറിങ് മാത്രം മാറിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവറിൻ്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഷോക്ക് അബ്സോർവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ വരുന്നതാണ് സ്ട്രട്ടിൻ്റെ അസംബ്ലിയാണ് ഈ വരുന്നത്. ഇത് നമ്മുടെ റൈറ്റ് സൈഡ്, അത് നമ്മുടെ ലെഫ്റ്റ് സൈഡ്. ഇത് നമ്മുടെ സസ്പെൻഷൻ്റെ ബുഷാണ് ഈ മേളിൽ കാണുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് മാറുമ്പോൾ രണ്ട് ഷോക്ക് മാറണോ അതോ ഒന്ന് മാത്രം, അതായത് കംപ്ലൈൻ്റ് ഉള്ളത് മാത്രം മാറിയാൽ മതിയോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് മാറുകയാണെങ്കിൽ രണ്ട് സൈഡും ഒന്നിച്ച് തന്നെ മാറാൻ ശ്രമിക്കുക. അതായത് ഇപ്പം ഫ്രണ്ട് റൈറ്റ് സൈഡിനാണ് കംപ്ലൈൻറ്റ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ഉറപ്പായിട്ടും മാറിയിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, വാഹനത്തിൻ്റെ ഷോക്ക് കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഷോക്ക് അബ്സോർവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫുള്ള് ലോഡ് എടുക്കുന്ന ഒരു വസ്തു തന്നെയാണ്. അതായത് വാഹനം ഓരോ തവണ ഗട്ടറിൽ വീഴുന്ന സമയത്ത് ഈ ഷോക്കിനാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഷോക്കിനാണ് കംപ്ലൈൻറ്റ് വരും? ഇപ്പോൾ റൈറ്റ് സൈഡിലെ ഷോക്ക് കംപ്ലൈൻറ്റ് വന്നു, നമ്മൾ റൈറ്റ് സൈഡ് റീപ്ലേസ് ചെയ്തു, പക്ഷേ ലെഫ്റ്റ് സൈഡ് ആ പഴയത് തന്നെയാണ് കിടക്കുന്നത്. അതിന് കംപ്ലൈൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ടൈം തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ആ ഒരു പഴയ ഷോക്കിന് പതുക്കെ കംപ്ലയിൻറ്റ്സ് വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഷോക്കും കൂടെ മാറി വിടേണ്ടി വരും. അന്നേരം വിഷയം വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ വെയർ അത് കൂട്ടാൻ ശ്രമിക്കും. അതായത് ടയറിന് തേയ്മാനം നമ്മുടെ നോർമലിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും നമുക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ മാറുന്ന സമയത്ത് ഏത് സൈഡാണോ മാറുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാറിയിരിക്കണം. അതിപ്പോൾ റിയർ ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും. അങ്ങനെ മാറാതെ വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലാഭം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു നഷ്ടം ടയർ തേയ്മാനത്തിൽ നമുക്ക് വരുന്നുണ്ട്. യാത്രയുടെ സുഖം, അതായത് ഒരു ഡ്രൈവിംഗ് കംഫോർട്ട് നമുക്ക് അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. കാരണം ഡ്രൈവിംഗ് എങ്ങനെയാണ് അത് നഷ്ടമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ ഷോക്ക് അബ്സോർവർ നമ്മൾ മാറിയപ്പോൾ അത് പുതിയൊരു ഷോക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് എഫക്റ്റ് കുറച്ചുകൂടെ സൂപ്പറായി. ലെഫ്റ്റ് സൈഡ് ആണെങ്കിലോ നമുക്ക് ആ ഒരു വർക്കിങ്ങിൻ്റെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കുറയുന്ന സമയത്ത് ഡ്രൈവിംഗ് കംഫോർട്ട് ഒട്ടും കിട്ടുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ മാറുകയാണെങ്കിൽ രണ്ട് സൈഡും ഒന്നിച്ച് തന്നെ മാറി വിട്ടോണം.